നമ്മുടെ ഫാമിലിയിൽ കുഞ്ഞു മക്കൾ തുടങ്ങി വലിയ ആൾക്കാർ വരെ ഭയങ്കര സ്ട്രെസ്സാണെന്ന് ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ വർക്ക് പ്ലേസിൽ സ്ട്രെസ് ഉണ്ടാവാതിരിക്കുമോ? നമസ്കാരം. സിംപ്ലിഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും വരുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് ഒരു അവെയർനെസ് കൊണ്ടുവരികയും അതെങ്ങനെയാണ് ഒരു 5 ടിപ്സിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു പോകുന്നൊരു പ്രോഗ്രാമാണ് സിംപ്ലിഫൈവ്. സ്ട്രെസ് ഈ വാക്ക് കേൾക്കാത്തതായിട്ട് ആരും ഇല്ലല്ലേ? വാക്ക് കേൾക്കാത്തത് മാത്രമല്ല, പറയാത്തതായിട്ടും ആരുമില്ല. നമ്മുടെ ഫാമിലിയിൽ കുഞ്ഞു മക്കൾ തുടങ്ങി വലിയ ആൾക്കാർ വരെ ഭയങ്കര സ്ട്രെസ്സാണെന്ന് ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ വർക്ക് പ്ലേസിൽ സ്ട്രെസ് ഉണ്ടാവാതിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സ്ട്രെസ്സ് എന്താണെന്നും ഈ സ്ട്രെസ്സിനെ എങ്ങനെയാണ് 5 ടിപ്സിലൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് എന്നാണ് പറഞ്ഞു പോകുന്നത്. ഓരോ കാര്യവും അതിൻ്റേതായ സമയത്തിൽ ചെയ്തു തീർക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ട്രെസ്സ്. എന്നാൽ ഈ സ്ട്രെസ്സ് കൂടിയാലോ നമ്മളുടെ മസിൽസ് എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ പല പ്രവർത്തനങ്ങളും സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും. എന്തിന്? നമ്മുടെ ആയുസ് വരെ അതനുസരിച്ച് കുറയും. നമ്മളുടെ എല്ലാ അവയവങ്ങളെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു നെഗറ്റീവ് കാര്യമാണ് സ്ട്രെസ്സ്. പക്ഷേ നമ്മൾക്ക് ഓരോ കാര്യവും അതിൻ്റേതായ സമയത്ത് ചെയ്ത് തീർക്കാനും അത് ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനും നമ്മളെ ഫോഴ്സ് ചെയ്യുന്ന എലമെൻറ്റും സ്ട്രെസ്സ് തന്നെയാണ്. അപ്പോൾ സ്ട്രെസ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് ആവശ്യത്തിന് മാത്രം സ്ട്രെസ് എടുക്കുക, അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫും നമ്മുടെ പ്രൊഫഷണൽ ലൈഫും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. ഇനി ഈ സ്ട്രെസ്സിനെ എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് നോക്കാം. ടിപ്പ് നമ്പർ 1, ഓർഗനൈസ് ആൻഡ് പ്രയോറിറ്റൈസ്. നമ്മൾക്ക് എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നല്ലൊരു ടൈം മാനേജ്മെൻറ്റ് ചാർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പോയിൻറ്റ് നമ്പർ 1. നമ്മൾ അങ്ങനെ ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യാനും അത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനും നമുക്ക് സാധിക്കും. അതിനുശേഷം വേണ്ടാത്തത് നമുക്ക് സമയമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മൾ ഓർഗനൈസ് ചെയ്യുക, അതനുസരിച്ച് നമ്മുടെ ടൈം മാനേജ് ചെയ്യുക. പല എപ്പിസോഡിലും മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കണ്ടിന്യൂസ് വർക്ക് ഒരിക്കലും നമ്മളുടെ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടൂല. പകരം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ബ്രേക്ക് എടുത്ത് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക് എടുത്ത് പോകാനുള്ളൊരു സമയമില്ലെങ്കിൽ നമ്മൾക്ക് പല വർക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. അങ്ങനെ ബ്രേക്ക് എടുത്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൂടാതെ ഈ സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാനും ഈ ബ്രേക്സ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ വർക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ നോക്കുക. അറ്റ് ദ സെയിം ടൈം ബ്രേക്ക് എടുക്കുമ്പോൾ വീണ്ടും വർക്കിനെ പറ്റി ആലോചിക്കാതെ ഒരു പ്രോപ്പർ ബ്രേക്ക് എടുക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് ഫോളോ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്തായാലും ബ്രേക്ക് ഷുഡ് ഓൾവേസ് ബി എ ബ്രേക്ക്. അപ്പോൾ ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് ടേക്ക് എ ബ്രേക്ക്. നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മൾ എത്ര ബ്രേക്ക് എടുത്താലും നമുക്ക് സ്ട്രെസ്സ് വരുന്ന മൊമെൻറ്റ്സ് ഉണ്ടാവും. അത് വർക്ക് പ്ലേസിലായാലും കൊള്ളാം, നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും കൊള്ളാം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? അതിന് പല ടെക്നിക്സ് ഉണ്ട്. ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്, പിന്നെ സെൽഫ് റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി എക്സ്പ്ലോർ ചെയ്യുക. നമ്മളുടെ വരും എപ്പിസോഡുകളിൽ നമ്മൾ തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മൈൻഡ്ഫുള്ളായിട്ടിരിക്കുക. അത് നമ്മൾ അറിയുക, നമ്മൾ സ്ട്രെസ്സ് ബിൽഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ എനിക്ക് സ്ട്രെസ്സ് ആവുകയാണ്, ഈ ഒരു പെർട്ടിക്കുലർ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് സ്ട്രെസ്സ് ആവുകയാണ്, അത് ഞാൻ മാനേജ് ചെയ്യണം എന്ന് ആദ്യം തിരിച്ചറിയുകയും അതുപോലെ തന്നെ അത് ബാലൻസ് ചെയ്യാനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള മൈൻഡ്ഫുൾ ടെക്നിക്സ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നതാണ് ടിപ്പ് നമ്പർ 3, ബീയിങ് മൈൻഡ്ഫുൾ. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കപ്പാസിറ്റി ഉണ്ട്. ചില ആൾക്കാർക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ചില ആൾക്കാർക്ക് കുറച്ച് സമയം വർക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓരോ ആൾക്കാരും അവരവരുടെ കഴിവിനനുസരിച്ചാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പുറത്തിരിക്കുന്ന ഒരാൾ 2 മണിക്കൂറിനകത്ത് ഈ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 2 മണിക്കൂറിനകത്ത് ചെയ്ത് തീർക്കാൻ പറ്റി എന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യരുത്. തീർച്ചയായിട്ടും നമ്മളെന്നും പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ സ്വയം പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷേ നോട്ട് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് സാക്രിഫൈസിങ് യുവർ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. അത് ചെയ്യുന്ന ഒരിക്കലും ഒരു ഹെൽത്തി ഹാബിറ്റ് അല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമുക്ക് വേണ്ടി കൊടുക്കുന്ന വർക്കായാലും മറ്റുള്ളവർ നമുക്ക് അസൈൻ ചെയ്യുന്ന വർക്കായാലും നമ്മളെപ്പോഴും നമ്മളുടെ ബൗണ്ടറീസ് അറിഞ്ഞിരിക്കണം. നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, ഏത് വരെ ചെയ്യുന്നതാണ് നമുക്ക് മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ഏറ്റവും നല്ലത് എന്നുള്ളൊരു അവെയർനെസ് നമ്മുടെ ഉള്ളിൽ വേണം. ആ അവെയർനെസ്സിനെ ബേസ് ചെയ്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. നമുക്ക് എടുക്കാൻ പറ്റാത്ത വർക്ക് നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് കമ്മിറ്റ് ചെയ്ത് ആ വർക്ക് മൊത്തം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സ്ട്രെസ്സ് ബിൽഡാവുന്നത്, അൺവാണ്ടഡ് ആയിട്ടുള്ള നെഗറ്റീവ് സ്ട്രെസ്സ് ബിൽഡാവുന്നത്. അതുകൊണ്ട് ടിപ്പ് നമ്പർ 4 ഇസ് സെറ്റ് പ്രോപ്പർ ബൗണ്ടറീസ്. എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നെ ഒറ്റയ്ക്ക് അനലൈസ് ചെയ്ത് പലപ്പോഴും അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് റിമെമ്പർ ഇറ്റ്സ് ഓക്കെ ടു സീക്ക് സപ്പോർട്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ കൊളീഗ്സിൻ്റെ അടുത്താവാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്താവാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താവാം, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അടുത്താവാം. നിങ്ങളൊരു സപ്പോർട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യുകയും അത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിനെപ്പറ്റി കൂടുതൽ അവെയർ ആവുകയും നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ ശ്രമിക്കുന്നതും ഈസ് എ വെരി ഗ്രേറ്റ് തിങ്. അപ്പോൾ അതുകൊണ്ട് റിമെമ്പർ ദ ബിഗ്ഗസ്റ്റ് ടിപ്പ് ഇസ് സീക്ക് സപ്പോർട്ട്. നോട്ട് എവ്രിതിങ് ക്യാൻ ബി സോൾവ് ബൈ യു. നമുക്കെല്ലാം സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് കേട്ടോ. പക്ഷേ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സോ സീക്ക് സപ്പോർട്ട് വെൻ റിക്വയർഡ്. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്ട്രെസ്സൊക്കെ വേണം. കുറച്ച് സ്ട്രെസ്സും കുറച്ച് പ്രോബ്ലംസൊക്കെ ലൈഫിലില്ലെങ്കിൽ പിന്നെന്ത് ജീവിതം. അതുകൊണ്ട് തന്നെ പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടുതലായി നമ്മൾ സ്ട്രെസ്സ് കൂടുതലായിട്ട് എടുത്ത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഫിസിക്കൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹെൽത്തി ഹാബിറ്റ് അല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്ലീസ് ബി അവെയർ ഓഫ് യുവർ സ്ട്രെസ് ലെവൽസ്. ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് ഗോയിങ് ബിയോണ്ട് യുവർ കൺട്രോൾ, ടേക്ക് സ്റ്റെപ്സ് ടു കർബ് ഇറ്റ്. നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനെക്കാട്ടിലും കൂടുതലായി നമ്മുടെ സ്ട്രെസ് ലെവൽസ് കൂടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഒരു അവെയർനെസ് ഉണ്ടാവണം, ഒരു തിരിച്ചറിവുണ്ടാവണം. അതിനുശേഷം അത് കൺട്രോൾ ചെയ്യാനുള്ള പോസിറ്റീവ് സ്ട്രെസ്സ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നെഗറ്റീവ് സ്ട്രെസ്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. നിങ്ങൾക്കൊപ്പം സിന്ധു നന്ദകുമാർ, കോർപ്പറേറ്റ് സൈക്കോളജിസ്റ്റ്, ആത്മസൂത്ര മൈൻഡ് കെയർ. താങ്ക് യു.